മാധ്യമ മേഖലയുടെ വിശ്വാസ്യത ചോർന്നു പോകരുതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ കെ കൃഷ്ണൻ അനുസ്മരണവും പത്രപ്രവർത്തക പുരസ്കാര സമർപ്പണവും നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. സമീപകാലങ്ങളിലായി വാർത്തകളുടെ വിശ്വാസ്യത ചോർന്നു പോകുന്നതായും അതുണ്ടാകരുതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ കെ കൃഷ്ണൻ അനുസ്മരണവും പത്രപ്രവർത്തക പുരസ്കാര സമർപ്പണവും നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃഭൂമി ഉദുമലേഖകൻ ബാബു പാണത്തൂർ ഫലകവും ക്യാഷ് അവാർഡും മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. വാർത്തകളിൽ എല്ലായ്പ്പോഴും സത്യസന്ധത പുലർത്തണം. പല വാർത്തകൾക്ക് മുൻപിലും ലേഖകർ നിസ്സഹായരാകുകയാണ്. മാധ്യമപ്രവർത്തനത്തിൽ പ്രാദേശിക പത്രപ്രവർത്തകർക്ക് നിർണായക സ്വാധീനമുണ്ട്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികൾക്ക് മുന്നിലെത്തിക്കാൻ മടി കാണിക്കരുതെന്നും അപ്പോഴും അധികാരികൾ മാത്രം കുറ്റക്കാരെന്ന് മുദ്രകുത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും ഇന്നും പ്രാദേശിക പത്രങ്ങൾ മാത്രമാണ് സത്യസന്ധമായുള്ള വാർത്തകൾ വരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. കാരണം പല വാർത്തകളുടെയും യാഥാർത്ഥ്യങ്ങൾ തേടുമ്പോൾ ഒരു മാധ്യമ രംഗത്തുണ്ടായിട്ടുള്ള കച്ചവടവൽക്കരണം എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനത്തെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും അധികം ആദ്യം ഉത്തരം പറയാൻ കഴിയുക നിങ്ങൾക്കാണ്. നിങ്ങളുടെ ഡെസ്കിൽ വരുന്ന എത്ര വാർത്തകൾ നിങ്ങൾക്ക് ധൈര്യമായി പുറത്തിറക്കാൻ കഴിയും, സത്യസന്ധമായ എത്ര വാർത്തകൾ നിങ്ങൾക്ക് പ്രിന്റിങ്ങിലേക്ക് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ബ്യൂറോ ചീഫിന്റെ അനുമതി ലഭിച്ചാൽ പോലും മുതലാളിമാരുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന എത്രയോ വാർത്തകൾ എന്നെ നമ്മുടെ മുറികളിൽ താഴ്ന്നു പോയിട്ടുണ്ട്. ഒരിക്കലും പൊങ്ങാത്ത വാർത്തകൾ തന്നെ ഉണ്ടായിരിക്കാം. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജു കണ്ണൻ അധ്യക്ഷനായി. തുടർന്ന് ബാബു പാണത്തൂർ മറുപടി പ്രസംഗം നടത്തി. സന്തോഷം MP പറഞ്ഞിട്ടുണ്ട്, യാത്രകളിൽ കിട്ടുന്ന ആദയമാണ് പുരസ്കാരങ്ങളും. അങ്ങനെ കിട്ടിയൊരു ചോറാണ് ഇതെന്നുള്ളതിൽ ഏറെ സന്തോഷം. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അനുസ്മരണ പ്രഭാഷണം നടത്തി. M അബ്ദുറഹ്മാൻ, TA ഷാഫി, C നാരായണൻ, VV പ്രഭാകരൻ, പ്രദീപ് നാരായണൻ, അബ്ദുള്ള കുഞ്ഞി ഉദുമ, സതീശൻ കരിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.